നമസ്കാരം. ഭരണഘടന അനുശാസിക്കുന്ന പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളാണ് നിയമനിർമ്മാണ സഭകൾ. അതായത് ലെജിസ്ലേച്ചർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്താണ് നിയമസഭയുടെ പ്രധാനപ്പെട്ട ധർമ്മം? നമുക്കറിയാം, ആ പേര് അന്വർത്ഥമാക്കും വിധം നിയമനിർമ്മാണമാണ് നിയമനിർമ്മാണ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം. എത്ര തരം നിയമങ്ങളാണ് നിയമസഭയിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിയമനിർമ്മാണം രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, പുതിയൊരു നിയമം കൊണ്ടുവരിക. മറ്റൊന്ന്, നിലവിലുള്ള നിയമത്തിൽ വേണ്ട ഭേദഗതികൾ വരുത്തുക. രണ്ടായാലും, അതായത് പുതിയൊരു നിയമമായാലും പിന്നെ നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതായാലും തന്നെ ഒരു ബിൽ രൂപത്തിലാണ് അത് സഭയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ബില്ല് സഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കി ഗവർണറുടെ അസൻറ്റ് ലഭിക്കുമ്പോഴാണ് അത് നിയമമായി മാറുന്നത്. അങ്ങനെ ഒരു നിയമം നിയമസഭ പാസ്സാക്കിയാലും അത് യഥാവിധി പ്രവൃത്തി പദത്തിലെത്തണമെങ്കിൽ അതിന് ആവശ്യമായ ചട്ടങ്ങൾ കൂടി രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരള സർക്കാർ പതിച്ചു നൽകിയ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ക്രമപ്പെടുത്താനായിട്ട് കേരള ഗവൺമെൻറ് ലാൻഡ് അസൈൻമെൻറ്റ് അമെൻമെൻറ്റ് ആക്ട് 2023 എന്നൊരു നിയമം കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പിൽ വരുത്താൻ അതിനനുസൃതമായ ചട്ടം രൂപീകരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ചട്ടം രൂപീകരിച്ചാൽ മാത്രമേ ഏതൊരു നിയമവും യഥാവിധി പ്രായോഗിക തലത്തിലെത്തിക്കാൻ കഴിയുള്ളൂ. സഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകളെ പൊതുവെ രണ്ടായി തിരിക്കാം. ഒന്ന് ഔദ്യോഗിക ബിൽ, മറ്റൊന്ന് അനൗദ്യോഗിക ബിൽ. എന്താണ് ഈ ഔദ്യോഗിക ബില്ലെന്ന് പറഞ്ഞാൽ? സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാർ തന്നെ, ഏതെങ്കിലും വകുപ്പിലെ മന്ത്രി തന്നെ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഔദ്യോഗിക ബിൽ. എന്നാൽ മന്ത്രിമാരല്ലാത്ത ഏതെങ്കിലും അംഗം ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് അനൗദ്യോഗിക ബില്ലെന്ന് പറയും. അത് ചിലപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള അംഗങ്ങൾ അവതരിപ്പിച്ചാലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഭരണപക്ഷത്തിലെ MLA-മാർ അവതരിപ്പിച്ചാലും അതിനെ അനൗദ്യോഗിക ബില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഈ അനൗദ്യോഗിക ബിൽ അഥവാ പ്രൈവറ്റ് മെമ്പർ ബിൽ അവതരിപ്പിക്കപ്പെടുന്നത് സഭ കൂടുന്ന കാലയളവിൽ വെള്ളിയാഴ്ചകളിലാണ്. 2021 കേരള പ്ലേ സ്കൂൾ കിൻഡർഗാർട്ടൻ രജിസ്ട്രേഷൻ അതോറിറ്റി രൂപീകരണ ബിൽ, 2022 കേരള കാവുകൾ സംരക്ഷണ വികസന അതോറിറ്റി രൂപീകരണ ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന വിഷയം ഞാൻ അവതരിപ്പിക്കുന്നു. 2021 കേരള കളിസ്ഥലങ്ങളുടെ സംരക്ഷണവും പരിപാലനവും നിർമ്മാണ ബിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ധാരാളം അനൗദ്യോഗിക ബിൽ വരുന്നുണ്ടെങ്കിലും നാളിതുവരെ ഒരൊറ്റ അനൗദ്യോഗിക ബിൽ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, പാസ്സാക്കിയിട്ടുള്ളൂ. അത് ഒന്നാം കേരള നിയമസഭയിലെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നുള്ള ഉമേഷ് റാവു എന്നു പേരുള്ള അംഗത്തിൻ്റെ ബില്ലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമനിർമ്മാണത്തിലുള്ള പ്രൊപ്പോസൽ ബില്ലിൻ്റെ രൂപത്തിലാണ് സഭയിൽ വരുന്നത്. അങ്ങനെ പലതരം ബില്ലുകളുണ്ട്. ഒന്ന് പണബിൽ അഥവാ മണി ബിൽ, മറ്റൊന്ന് ധനകാര്യ ബിൽ അഥവാ ഫിനാൻസ് ബിൽ, അതുപോലെ അമെൻമെൻറ്റ് ബിൽ അഥവാ ഭേദഗതി ബിൽ, അതുപോലെ തന്നെ ഒറിജിനൽ ബിൽ, റദ്ദാക്കൽ ബിൽ അഥവാ റിപ്പീൽ ബിൽ, കൺസോളിഡേറ്റിംഗ് ബിൽ അഥവാ ക്രോഡീകരണ ബിൽ. ഇങ്ങനെ പലതരത്തിൽ ബില്ലുകൾ നിയമസഭയിലെത്താറുണ്ട്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ മണി ബിൽ, അതിനെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അനുച്ഛേദം 110 അതിനെക്കുറിച്ച് പറയുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് അഥവാ സഞ്ചിത നിധിയിൽ നിന്നും ധനവിനിയോഗം നടത്തുന്നതിനെ സംബന്ധിച്ച വ്യവസ്ഥകളടങ്ങുന്ന ബില്ലാണ് ഈ മണി ബില്ലെന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച ഫിനാൻസ് ബിൽ, ആ ഫിനാൻസ് ബില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 117 അനുച്ഛേദത്തിലാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നികുതി ഘടന മാറ്റുന്നതിനും പുതിയ നികുതികൾ ചുമത്തുന്നതിനും നിയമങ്ങളിലൂടെ സാധ്യമാകുന്നത് ഈ ധനകാര്യ ബില്ലിലൂടെയാണ്. ഇനി നമുക്ക് ആ ഒറിജിനൽ ബില്ലിനെ കുറിച്ച് നോക്കിയാലോ.
എന്താ ഈ ഒറിജിനൽ ബില്ലെന്ന് പറഞ്ഞാൽ ഒരു പുതിയ നിയമം സംജാതമാകുന്നത് ഒറിജിനൽ ബില്ലിലൂടെയാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അതാത് ഭരണവകുപ്പാണ്, കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് വേണ്ട പ്രൊപ്പോസൽ തയ്യാറാക്കുന്നത്. ആ പ്രൊപ്പോസൽ അവർ ഒരു ഡ്രാഫ്റ്റ് ബില്ലിൻ്റെ രൂപത്തിൽ നിയമവകുപ്പിന്, സർക്കാരിൻ്റെ നിയമവകുപ്പിന് കൊടുക്കും. നിയമവകുപ്പ് അത് വെറ്റ് ചെയ്തിട്ട് തിരിച്ച് അവർക്ക് തന്നെ കൈമാറും. അങ്ങനെ ആ കിട്ടിയ ഡ്രാഫ്റ്റ് ബിൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് പോകും. അങ്ങനെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമവകുപ്പ് വഴി തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റിലെത്തും. ഇങ്ങനെയാണ് ഒരു ഒറിജിനൽ ബില്ലിൻ്റെ നാൾ വഴി. അതുപോലെ തന്നെ നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അമെൻമെൻറ്റ് ബിൽ അഥവാ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയത്തിൽ തന്നെ ഒന്നിലധികം നിയമങ്ങൾ നിലവിലുണ്ടാകും. അപ്പോൾ അതിനെയെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട്, ടു ബ്രിങ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല, അതിന് വേണ്ടിയിട്ടാണ് ക്രോഡീകരണ ബിൽ അഥവാ കൺസോളിഡേറ്റഡ് ബിൽ കൊണ്ടുവരുന്നത്. നിലവിലുള്ള ഏതെങ്കിലും നിയമം ഇനി വേണ്ട, തുടരണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുന്ന പക്ഷം അത്തരത്തിൽ നിലവിലുള്ള നിയമത്തെ പിൻവലിക്കാൻ വേണ്ടിയിട്ട്, നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവരുന്ന ബില്ലാണ് റിപ്പീൽ ബിൽ അഥവാ റദ്ദാക്കൽ ബിൽ. ഇപ്പം പറഞ്ഞതിലൊന്നും പെടാത്ത നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബില്ലിനെയാണ് ഓർഡിനറി ബിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിനോടൊപ്പം സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചെലവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാകാറില്ല. ഏതൊരു നിയമത്തിനും ഒരു പേരുണ്ടാവും. നമുക്കെല്ലാം ഒരു പേരുള്ള പോലെ ഒരു പേരുണ്ടാവും. നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം, ഓബ്ജക്റ്റ് ക്ലോസ് എന്താണെന്നുണ്ടാവും, പറയണം. പിന്നെ പ്രധാനം ആ നിയമത്തിൻ്റെ ഷോർട്ട് ടൈറ്റിൽ അഥവാ ചുരുക്കപ്പേര്, എക്സ്റ്റെൻറ്റ് അഥവാ വ്യാപ്തി, എവിടം വരെയൊക്കെയാണ് ഈ നിയമം നടപ്പാക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ കമൻസ്മെൻറ്റ്, എന്നുതൊട്ട് ഈ നിയമം നിലവിൽ വരും. ഈ കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ പറയണം. അത് കഴിഞ്ഞിട്ട് നിർവചനങ്ങൾ പറയണം. നിർവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിയമത്തിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളുടെ നിർവചനം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ് അങ്ങനെ ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ അതൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നിയമത്തെക്കുറിച്ച് ഒരാൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഡെഫിനിഷൻ ക്ലോസ് എന്ന് പറയുന്നത് ആ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിക്ഷണറിയാണ്, ഒരു നിഘണ്ടുവാണ്. അത് കഴിഞ്ഞിട്ട് നിയമത്തിൻ്റെ ഓപ്പറേറ്റീവ് പോർഷൻസ് വരും. അതെങ്ങനെ ഓരോ ചാപ്റ്ററാക്കി തിരിച്ച് അതിന് താഴെ ഖണ്ണികളായിട്ട് പിന്നെ നമ്പറിട്ട് അക്കമിട്ട് നിരത്തും. അതിനെല്ലാം ഒടുവിലായിട്ട് ഈ കൊണ്ടുവരുന്ന നിയമത്തിന് അനുസൃതമായി റൂൾസ് അഥവാ ചട്ടങ്ങളുണ്ടാക്കാൻ സർക്കാരിനെയും മറ്റും അധികാരപ്പെടുത്തിക്കൊണ്ട് റൂൾ മേക്കിങ്ങിനുള്ള പ്രൊവിഷനും ഉണ്ടാവണം. റൂൾ മേക്കിങ്ങിനുള്ള പ്രൊവിഷനും ഉണ്ടാവണം. ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അനുവാദവും കൂടെ കൊടുക്കണം സർക്കാരിന്. അതിനുശേഷം റിപ്പീൽ ആൻഡ് സേവിങ് ക്ലോസ് കൊടുക്കണം. എന്താ റിപ്പീൽ ആൻഡ് സേവിങ് എന്ന് പറഞ്ഞാൽ, ഇതിന് മുൻപ് ഇതേ വിഷയത്തിൽ വേറെ നിയമങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ നിയമം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നുള്ളത് ഒരു നിയമം വായിക്കുന്ന ആളിന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് റിപ്പീൽ എന്ന് വെച്ചാൽ ഇതിന് മുൻപ് ഈ വിഷയത്തിലുണ്ടായിരുന്ന ഇന്ന നിയമം ഇനി തൊട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് നിയമം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു നിയമത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ചില നിയമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദമായി പറയാനുണ്ടാവും. അതിന് നമ്മൾ നിയമത്തിന് താഴെ ഒരു പട്ടിക അഥവാ ഷെഡ്യൂളായിട്ടാണ് ക്രമീകരിക്കുന്നത്. എല്ലാ ബില്ലിനോടൊപ്പവും ഫിനാൻഷ്യൽ മെമ്മോറണ്ടം കൂടെ ഉണ്ടാകേണ്ടതാണ്. എന്താ ഫിനാൻഷ്യൽ മെമ്മോറണ്ടം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ബില്ല് നിയമസഭ പാസ്സാക്കി നടപ്പിൽ വരുന്ന പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ചിലവുണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ഫിനാൻഷ്യൽ മെമ്മോറണ്ടം. ഇനി പ്രത്യേകിച്ച് ചിലവൊന്നും ഉണ്ടാകുന്നില്ലെന്ന് വിചാരിച്ചോ, എങ്കിൽ ആ വിവരവും പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടതാണ്, ഫിനാൻഷ്യൽ മെമ്മോറണ്ടത്തിൽ പരാമർശിക്കേണ്ടതാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ,
അത് കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിലെ 219 മുതൽ 230 വരെയുള്ള ഖണ്ഡികകളിലും അതുപോലെ തന്നെ റൂൾസ് ഓഫ് ബിസിനസ്സിലെ 44 മുതൽ 59 വരെയുള്ള ചട്ടങ്ങളിലാണ് വിശദമായി പ്രതിപാദിക്കുന്നത്. ഒരു ബില്ല് നിയമവകുപ്പിൽ നിന്നും കേരള നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളെല്ലാം നിയന്ത്രിക്കുന്നത് കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ചട്ടങ്ങളുടെ 69 മുതൽ 106 വരെയുള്ള വകുപ്പുകളാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു തനത് അധ്യായം തന്നെയുണ്ട്, അധ്യായം 14. അതിന് തലക്കെട്ട് ഇതാണ്, നിയമനിർമ്മാണം എന്നാണ്. ആ അധ്യായത്തിൽ പറയുന്ന പ്രകാരമാണ് പിന്നുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ആ ബില്ലിനെ ഒരു രജിസ്റ്ററിൽ ചേർക്കുക എന്നുള്ളതാണ്. അതിനെ ബിൽ രജിസ്റ്റർ എന്ന് വിളിക്കും. അതിനുശേഷം ചട്ടം 69 അനുസരിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ അനുമതിയോടുകൂടി ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യും. ഒപ്പം നിയമസഭയുടെ തന്നെ പ്രസ്സിൽ അത് അച്ചടിക്കുകയും ചെയ്യും. ഈ ബില്ല് സാധാരണയായി അസാധാരണ ഗസറ്റിലാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, എന്താ ഈ സാധാരണ ഗസറ്റ് ഏത് ദിവസമാണ് പബ്ലിഷ് ചെയ്യുന്നത്? ചൊവ്വാഴ്ചയാണ്. പക്ഷേ അസാധാരണ ഗസറ്റ് എപ്പോൾ വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം. ഈ ബില്ലുകളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അസാധാരണ ഗസറ്റിലൂടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒറിജിനൽ ബില്ല് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് അറിയാം. ഏത് ഭാഷയിലാണ് അവതരിപ്പിക്കുന്നതെന്ന് അറിയാമോ? മലയാളമാണോ, ഇംഗ്ലീഷാണോ, മറ്റേതെങ്കിലും ഭാഷയാണോ? അത് സംബന്ധിച്ച് 1985 തന്നെ സ്പീക്കറുടെ റൂളിംഗ് ഉണ്ട്. എന്താ, മലയാളത്തിൽ തന്നെ അവതരിപ്പിക്കണം. ഇനി അഥവാ നമുക്കത് ഇംഗ്ലീഷിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി സ്പീക്കറുടെ അനുമതി വാങ്ങിയിട്ടുണ്ടാവണം. ഈ ബില്ലുകൾ എപ്പോഴാണ് സഭയിൽ വരുന്നത്? സഭാ സമ്മേളന കാലയളവിൽ ഒരു നിശ്ചിത ഭാഗം സർക്കാർ കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടാവും. ആ സർക്കാർ കാര്യങ്ങൾക്കായി മാറ്റിവെച്ച കാലയളവിലാണ് ഈ ബില്ലുകളൊക്കെ എടുക്കുന്നത്. അതിൽ ഏത് ബില്ല് ഏത് ദിവസം എടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു സമിതിയാണ്. അത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ്, കാര്യോപദേശക സമിതി. ഈ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി അഥവാ കാര്യോപദേശക സമിതി മിക്കവാറും കൂടുന്നത് ആദ്യ ദിവസത്തെ സമ്മേളനം കഴിഞ്ഞുകൊണ്ടാണ് ചേരുന്നത്. പക്ഷേ ചിലപ്പോൾ ബില്ല് നമ്മൾ ആദ്യ ദിവസം തന്നെ എടുക്കേണ്ടി വന്നു എന്ന് വിചാരിച്ചോ, എങ്കിൽ അക്കാര്യം തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറാണ്. ഒരു ബില്ല് സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. അതിനെ നമ്മൾ 1ാം വായന, 2ാം വായന, 3ാം വായന, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ് എന്ന് വിളിക്കും. ഓരോ ബില്ലും ബന്ധപ്പെട്ട മന്ത്രി സഭയിൽ അവതരിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് 1ാം വായന എന്ന് പറയുന്നത്. അങ്ങനെ വകുപ്പ് മന്ത്രി അത് അവതരിപ്പിച്ചതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി ഔദ്യോഗികമായി 1ാം വായന പൂർത്തിയാകുകയാണ്. രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി 2025 കേരള സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ബിൽ അവതരിപ്പിക്കേണ്ടതാണോ? 2025 കേരള സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബില്ലിൻ്റെ 2ാം വായനയിലേക്ക് കടക്കുന്നതിന് മുൻപേ 2 തരം കമ്മിറ്റികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് സബ്ജക്റ്റ് കമ്മിറ്റി, മറ്റൊന്ന് സെലക്ട് കമ്മിറ്റി. എന്താണ് ഈ സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? നിർദ്ദിഷ്ട വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രൂപീകരിച്ച് വച്ചിട്ടുള്ള കമ്മിറ്റികളാണ് സബ്ജക്റ്റ് കമ്മിറ്റികൾ. കേരള നിയമസഭയിൽ 14 സബ്ജക്റ്റ് കമ്മിറ്റികളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ബില്ലിൻ്റെ രൂപത്തിൽ വരുന്നതെന്ന് വിചാരിച്ചോളൂ. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റിയുണ്ട്, സബ്ജക്റ്റ് കമ്മിറ്റി നമ്പർ 1. അതിൽ കൺസേൺഡ് മന്ത്രി ഉണ്ടാവും, പിന്നെ 2 മന്ത്രിമാർ എക്സ് ഒഫീഷ്യോ ആയിട്ടുണ്ടാവും, അതുകൂടാതെ കുറച്ച് MLA-മാരും ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഘടന. ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് ബില്ല് വിട്ട് കഴിഞ്ഞാൽ നിയമസഭയ്ക്കുള്ളിൽ തന്നെ ഒരു ഹാളിൽ ഈ സബ്ജക്റ്റ് കമ്മിറ്റി ചേർന്ന് അതിനെക്കുറിച്ച് വളരെ ഗഹനമായ ചർച്ചകൾ നടത്തും. ഇതാണ് സബ്ജക്റ്റ് കമ്മിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താ സെലക്ട് കമ്മിറ്റി? സെലക്ട് കമ്മിറ്റി നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വച്ചിട്ടില്ല. അത് അപ്പോൾ ഓരോ ബില്ലിൻ്റെയും പ്രാധാന്യവും ഗൗരവവും കണക്കിലെടുത്ത് രൂപീകരിക്കപ്പെടുന്നതാണ്. ഈ സെലക്ട് കമ്മിറ്റിക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താ പറഞ്ഞാൽ, സെലക്ട് കമ്മിറ്റിക്ക് ഈ വിഷയമായി പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാം. മാത്രമല്ല, വേണ്ടി വന്നാൽ ഈ ബില്ലിന് സമാനമായ ബില്ല് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടെങ്കിൽ
അവിടെ പോയി അത് പഠിക്കാൻ വരെ സെലക്ട് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ഇതാണ് ഈ രണ്ടാം വായനയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 2 കമ്മിറ്റികൾ. എന്താ രണ്ടാം വായന? ഇനി നോക്കാം. ഒന്നാം വായന കഴിഞ്ഞ ഉടനെ ഈ ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണമെന്ന ഉപക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അവതരിപ്പിക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ സഭയിൽ പറയും. അത് കേട്ട ഉടനെ ആ കൺസേൺഡ് മിനിസ്റ്റർ ഈ ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറയും. ഉടനെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറയും ഈ ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ആ ഉപക്ഷേപത്തെ പിന്താങ്ങിയാൽ അത് നേരെ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോവുകയായി. അങ്ങനെ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണം എന്നുള്ള ഉപക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിയമസഭയിലെ അംഗങ്ങൾ മുൻകൂട്ടി നോട്ടീസ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭേദഗതി നിർദ്ദേശിക്കും. എന്താ ഭേദഗതി? ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നോ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം തേടാൻ വിടണമെന്നോ പറഞ്ഞിട്ട് ഭേദഗതി അവതരിപ്പിക്കും. ചിലപ്പോൾ മന്ത്രി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നുള്ള ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു എന്നാണ് പറയുന്നതെന്നിരിക്കട്ടെ. എങ്കിൽ അംഗങ്ങൾ തിരിച്ചും ഭേദഗതി കൊണ്ടുവരാം. എങ്ങനെ ഭേദഗതി കൊണ്ടുവരാം? ഈ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണമെന്നോ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം തേടുന്നതിന് അയക്കണമെന്നോ പറഞ്ഞുകൊണ്ട് ഭേദഗതി നിർദ്ദേശിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഒരു ചർച്ച നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് അടുത്ത ഘട്ടം. ഇതിനെ തുടർന്ന് ബില്ലിൻ്റെ ചർച്ച സഭയിൽ നടക്കുന്നു. ഇത് രണ്ടാം വായനയുടെ ആദ്യഘട്ടമാണ്. ഇങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷം ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ നിയമസഭ അയക്കുന്നു. ഈ സബ്ജക്റ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റി വേറെ മാറിയിരുന്ന്, അതായത് സഭാ അങ്കണത്തിലല്ല, വേറെ മാറിയിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. വളരെ കൂലങ്കഷമായ ചർച്ച നടക്കും അവിടെ. ആ ബില്ലിൻ്റെ ഖണ്ഡമായിട്ടുള്ള ചർച്ച നടത്തി അതിൻ്റെ എല്ലാം ക്രോഡീകരിച്ച റിപ്പോർട്ട്, സബ്ജക്റ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെങ്കിൽ അങ്ങനെ, സെലക്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെങ്കിൽ അങ്ങനെ, ആ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഇങ്ങനെ സഭയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിന്മേലാണ് ശരിക്ക് ചർച്ച നിയമസഭയിൽ നടക്കുന്നത്. ആ ചർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാം വായനയുടെ രണ്ടാം ഘട്ടം. സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2023 കേരള പൊതുരേഖ ബിൽ രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2023 കേരള പൊതുരേഖ ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2023 കേരള പൊതുരേഖ ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ ഏതൊരംഗത്തിനും ഈ ബില്ലിനുള്ള ഏതെങ്കിലും ക്ലോസിന്മേൽ ഭേദഗതി നിർദ്ദേശിക്കാവുന്നതാണ്. ആ ഭേദഗതി നിർദ്ദേശിച്ചാലും കൺസേൺഡ് മിനിസ്റ്റർക്ക് ആ ഭേദഗതികളിൽ അനുവദിക്കാവുന്നത് ഉൾക്കൊള്ളാവുന്നതും മറ്റുള്ളതെല്ലാം തള്ളിക്കളയാവുന്നതുമാണ്. ഭേദഗതി നമ്പർ 248 പ്രൊഫസർ ആബീദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ നോട്ടീസ് നൽകി. അത് ഔദ്യോഗിക ഭേദഗതിയായല്ലോ. അത് സ്വീകരിക്കുന്നു. അത് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് അത് ഔദ്യോഗിക ഭേദഗതിയായി സ്വീകരിക്കാൻ. 543 സെബാസ്റ്റ്യൻ കളത്തുങ്കൽ അദ്ദേഹത്തിൻ്റെ ഭേദഗതി സ്വീകരിക്കുന്നു. അത് ബഹുമാനപ്പെട്ട മറ്റ് ഭേദഗതിയൊന്നും സ്വീകരിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മൂവ് ചെയ്ത് 543 ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി അവസാന വായന, മൂന്നാം വായന. ഈ ഘട്ടത്തിൽ ഈ ബിൽ പാസ്സാക്കണമെന്നുള്ള ഉപക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ നിർദ്ദേശിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറയും. അപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ പറയും ഈ ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. അങ്ങനെ പിന്താങ്ങുന്നതോടുകൂടി ബില്ല് പാസ്സാവും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനി ചർച്ചയില്ല, അതിന് വേറെ ചർച്ചയില്ല. സർ, 2023 കേരള പൊതുരേഖാ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്.
ഇനി 2023 കേരള പൊതുരേഖാ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ ഐക്യകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം, ഈ വായനകളിലെല്ലാം അംഗങ്ങൾക്ക് വോട്ടിനിടാൻ ആവശ്യപ്പെടാവുന്നതാണ്, അത് അനുവദിക്കാവുന്നതുമാണ്, ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് അനുവദിക്കാവുന്നതാണ്. ഇങ്ങനെ ഈ 3 വായനയോടുകൂടി നിയമസഭയിലെ ബില്ലിൻ്റെ അവതരണ പ്രക്രിയ അവസാനിക്കുകയാണ്. ഇനി ബില്ല് നേരെ ബഹുമാനപ്പെട്ട ഗവർണറുടെ അസൻറ്റിന് വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികർ പല ഭേദഗതികളും നിർദ്ദേശിക്കുമെങ്കിലും എല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിക്കണമെന്നില്ല. അങ്ങനെ സ്വീകരിച്ച അമെൻമെൻറ്റുകളും മന്ത്രി തന്നെ നിർദ്ദേശിക്കുന്ന ഒഫീഷ്യൽ അമെൻമെൻറ്റുകളും ഈ ബില്ലിൽ ക്യാരി ഔട്ട് ചെയ്യും. അതിനുശേഷം സൈൻ മാനുവലായി ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഒപ്പോടുകൂടി അത് നിയമവകുപ്പിലേക്ക് പോവുകയാണ്. നിയമവകുപ്പാണ് അത് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അയച്ചു കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഗവർണറാണ് അതിന് അസൻറ്റ് നൽകേണ്ടത്, ആ ബില്ലിന് അസൻറ്റ് നൽകേണ്ടത്. അങ്ങനെ അസൻറ്റ് നൽകുന്നതോടുകൂടി ബില്ല് നിയമമായി മാറുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് 3 ലിസ്റ്റുകളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ്. ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംസ്ഥാന നിയമസഭകൾക്കും കേന്ദ്ര പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള മേഖലകൾ ഉൾപ്പെട്ട ലിസ്റ്റാണ്. ഈ വിഷയത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. കേരള നിയമസഭ ഒരു നിയമം ഉണ്ടാക്കുമെന്ന് ഇരിക്കട്ടെ. ആ നിയമം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് തോന്നുകയാണെങ്കിൽ അസൻറ്റ് കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ആ ബില്ല് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഗവർണർ ആ ബിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് അയക്കുന്ന പക്ഷം ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് അത് സ്വീകരിക്കുകയോ അസൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അസൻറ്റ് നൽകുന്ന പക്ഷം ആ ബിൽ ഗവർണറുടെ പരിഗണനയ്ക്ക് വരികയും ബഹുമാനപ്പെട്ട ഗവർണർ അത് നിയമവകുപ്പിന് അയക്കുകയും ചെയ്യും. നിയമവകുപ്പ് ആ ബിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി അത് ആക്റ്റായി മാറുകയാണ്. എന്നാൽ അതിൻ്റെ തുടർ പ്രക്രിയ എന്നോണം ആ ആക്ടിൻ്റെ കോപ്പി നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് നിയമവകുപ്പ് സെക്രട്ടറി അയച്ചു തരും. അങ്ങനെ അയച്ചു തന്നാൽ നിയമസഭാ സെക്രട്ടറി ആ ആക്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കണം. നിയമസഭാ സെക്രട്ടറി കാര്യവിവര പട്ടികയിലെ 3.1.14 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. അങ്ങനെ ലേ ചെയ്യുന്നതോടുകൂടി നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് പരിസമാപ്തി കൈവരുന്നതാണ്.